വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ അവന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആഗോള തിരുസഭ ഇന്നേ ദിവസം വിശുദ്ധ കുരിശിൻ്റെ മഹത്വവൽക്കരണത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ആണ്ടുവട്ടത്തിൻ്റെ 24ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ കുരിശിൻ്റെ ബലവും മഹത്വവും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ എളുപ്പ വഴിയിലൂടെ അല്ല അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തിച്ചത്. ദുർഘടപൂർണമായ മരുഭൂമി യാത്രയിലൂടെയായിരുന്നു. ദൈവം അപ്രകാരം ചെയ്തത് എന്തിനെന്നോ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവർ തിരികെ അടിമത്തത്തിലേക്ക് പോകാതിരിക്കാനാണ്. നാം പാപത്തിൽ വീണു പോകാതിരിക്കാൻ ദൈവം ഇടയ്ക്ക് നമ്മെ വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ, സങ്കടകരമായ വഴികളിലൂടെ നടത്തുന്നുണ്ട്. അത് നമ്മെ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ വിശ്വസ്തയോടെ അവനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നത്തെ 2ാമത്തെ വായനയിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ മനസ്സ് വ്യക്തമാക്കുന്നുണ്ട്. അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശ് മരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു. പിതാവായ ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ പരിപൂർണ വിധേയത്വം കാണിച്ച ക്രിസ്തു അനുസരണത്തിന്റെ മഹനീയ മാതൃക ഭൂമിക്ക് നൽകി. യഥാർത്ഥത്തിൽ പരിപൂർണ സ്നേഹത്തിന്റെ അടയാളമാണ് അനുസരണം. പിതാവിനെ പുത്രൻ അത്രമാത്രം അനുസരിച്ചു. ആ അനുസരണത്തിന്റെ പൂർണ്ണതയിൽ ഭൂമിക്ക് രക്ഷയായി മാറി. കാൽവരി മലയുടെ വിരിമാറിൽ ഉയർത്തപ്പെട്ട കുരിശ് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട കുരിശിന്റെ പ്രതിരൂപമായി. മോസസ് മരുഭൂമിയിൽ സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിയപ്പോൾ അനേകർ സർപ്പദർശനത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. എന്നാൽ സകല മനുഷ്യരെയും പാപത്തിന്റെ ദംശനത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിന്റെ കുരിശിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ലായിരുന്നു. ഭൂമിയിലെ ഏറ്റവും നിന്ദ്യമായ മരണത്തെ സ്വീകരിച്ചുകൊണ്ട് സകല മനുഷ്യന്റെയും പാപക്കര അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. അത്രയും ശ്രേഷ്ഠവും മഹനീയവുമായ കൃപയാണ് വിശുദ്ധ കുരിശിലൂടെ പ്രപഞ്ചത്തിന് ലഭിച്ചത്. നാം എത്രയോ ഭാഗ്യമുള്ള ജനതയാണ്. ക്രിസ്തുവിൻ്റെ അനുസരണത്തിലൂടെ ഭൂമി ഉള്ളിടത്തോളം കാലം രക്ഷയുടെ കൃപ അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ജനതയായി നാം രൂപാന്തരപ്പെട്ടു. സുവിശേഷത്തിൽ നാം കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവവും ക്രിസ്തു നിക്കോദെമോസിന് നൽകുന്ന ഉറപ്പാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രമാണ് സ്നേഹിച്ചത് എന്നറിയാൻ ക്രൂശിത രൂപത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി. തൻ്റെ ചങ്കിലെ ചോര നമുക്കായി നൽകിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത അവിടുന്ന് വെളിപ്പെടുത്തി. ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചത് നാമും ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും, ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും, സഹിച്ചതുപോലെ സഹിക്കുവാനും, മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും വേണ്ടിയാണ്. കുരിശിലെ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു. അവൻ സഹന സ്നേഹത്തിലൂടെ നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ നാമും സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ നിത്യതയിൽ നമുക്ക് അനുഗ്രഹമായി, കൃപയായി രൂപാന്തരപ്പെടുന്നു. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശെ നമിച്ചിടുന്നു. മറ്റൊരുവനിലെ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്ക് മധ്യേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. ആ നാമത്തിൻ്റെ ശ്രേഷ്ഠമായ രൂപവും ഭാവവുമാണ് വിശുദ്ധ കുരിശിൽ നാം ദർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുരിശിനെ വണങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം ദൈവത്തിൻ്റെ തിരുമനസ്സിന് സമർപ്പിക്കാം. ഭൂമിയിൽ ഏറ്റവും അപമാനമായ കുരിശിനെ ക്രിസ്തു അഭിമാനത്തിൻ്റെയും രക്ഷയുടെയും അടയാളമാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുരനുഭവങ്ങളെയും മഹത്വത്തിൻ്റെ അനുഭവമാക്കി മാറ്റാൻ അവന് സാധിക്കും. ഈ വിശുദ്ധമായ ദിനം നമ്മുടെ ജീവിത കുരിശുകളെ പ്രതി
പരിഭവം പറഞ്ഞു പോകാത്ത വിധം ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ ബലവും വരവും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.